this is what a failed system looks like. A well-known sexual predator, okay, accused, is walking around free. വീണ്ടും ബസ്സുകളിൽ കയറിക്കൊണ്ട്. ആരെയാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞേക്കാം. സവാദ് എന്ന് പറയുന്ന ഒരു പെണ്ണുപിടിയൻ തൃശ്ശൂരാണ് ഇവന്റെ ഏകദേശ സ്ഥലം എന്ന് പറയുന്നത്. തൃശ്ശൂരാണ് അല്ലെങ്കിൽ ഇവന്റെ ദണ്ടുമായിട്ട് നടക്കുന്നത്. ഇവന്റെ അരയിൽ ഒരു ഗംഭീര ദണ്ടുണ്ട്. ആ ദണ്ടിന്റെ അസുഖം അസലായിട്ട് സവാദ് എന്ന് പറയുന്ന ഇവനുണ്ട്. ഇവൻ ആദ്യമായിട്ട് പിടിക്കപ്പെട്ട സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ആണുങ്ങളൊരു സംഘടന ഉണ്ട് നമ്മുടെ കേരളത്തിൽ, ആണുങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന സംഘടന. ആ സംഘടന ഇവനെ പൂവിട്ടാണ് പൂജിച്ചത്. ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മാലയിട്ട് അണിഞ്ഞിട്ടാണ് അവനെ പറയുന്നത്. അവൻ പുറത്തേക്ക് വന്നിട്ട് ഞാൻ വളരെ നിരപരാധിയാണ്, ആ പെൺകുട്ടിയാണ് ഇതിനൊക്കെ കാരണക്കാരി, അവൾ വെറുതെ എനിക്കെതിരെ കേസെടുത്തതാണ് എന്ന രീതിയിലൊക്കെ പലവിധ വർത്തമാനം പറഞ്ഞു. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞപ്പോഴും ഒട്ടുമിക്ക ആളുകൾ വിശ്വസിച്ചു. ആ ആണിന്റെ സ്ഥാനത്ത് ഉണ്ടാവില്ല, ആണുങ്ങളുടെ പക്ഷത്തും ഉണ്ടാവില്ല ഒരു അഭിപ്രായം. അതിന്റെ ഭാഗമായിട്ട് ഒട്ടുമിക്ക ആളുകളും അവൻ ഈ സവാദ് എന്ന് പറയുന്ന ഈ ഒരു പെണ്ണുപിടിയൻ പറയുന്നത് എല്ലാവരും, അല്ലെങ്കിൽ പെണ്ണുപിടിയൻ പെണ്ണുങ്ങളെ ശരീരഭാഗത്ത് തോണ്ടുന്നവൻ, അല്ലെങ്കിൽ അവന്റെ ദണ്ട് എടുത്തിട്ട് കാണിച്ചു കൊടുത്തിട്ട് ലൈംഗിക വൈകൃതം കാണിക്കുന്നവൻ, ഇങ്ങനെ പലതും പറയാം. എന്തായാലും ആ ദണ്ട് വീരൻ എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനത്തെ ഈ പെൺകുട്ടിക്കെതിരെയാണ്, ഈ പെൺകുട്ടിയാണ് പിടിച്ചിട്ട് ഇവനെ പിടിച്ച് അവനെ അടിക്കാൻ പോവുകയും ബസ്സിൽ നിന്ന് എനിക്ക് പരാതി ഉണ്ടെന്നൊക്കെ ആദ്യമായി പറയുകയും ചെയ്ത പെൺകുട്ടിയാണ്. അതെല്ലാം കഴിഞ്ഞു. നാട്ടുകാർ മുഴുവൻ ഈ പെൺകുട്ടിക്കെതിരായി. കാരണം പെൺകുട്ടി ഒരു മോഡലാണ്. സ്വാഭാവികമായിട്ട് മോഡലാകുമ്പോൾ അത്തരത്തിലുള്ള വേഷവിധാനങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള ഫോട്ടോസുകൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവളെന്തൊരു പോക്ക് കേസാണ് എന്ന രീതിയിലൊക്കെ സോഷ്യൽ മീഡിയ വിധി എഴുതാൻ തുടങ്ങി. സംഗതി അവിടെ കിടക്കട്ടോ. ആ വിധി എഴുതലൊക്കെ കഴിഞ്ഞ് നാട്ടുകാർ ഏകദേശം മറന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടാമതും ലവനെ പിടിച്ചത്. അത് തൃശ്ശൂരിതാണോ കോഴിക്കോടെന്ന് അറിയില്ല. രണ്ടാമത് പിടിച്ചു ഈ സവാദ് എന്ന് പറയുന്ന ഈ ഒരു ഞരമ്പനെ, അല്ലെങ്കിൽ ഈ ദണ്ടുവീരനെ തന്നെ വീണ്ടും പിടിച്ചു. അപ്പോഴാണ് നാട്ടുകാർക്ക് ബോധ്യം, ഓ ഇത് ഇവന്റെ സ്ഥിരം പരിപാടിയാണല്ലേ. സുഹൃത്തുക്കളെ, സ്ഥിരം പരിപാടിയാണ്. ഒരു വീഡിയോ കൂടി കാണും. ആ പോണത് KSRTC ഇവന്റെ സ്ഥിര യാത്ര ബസ് കയറി കഷ്ടപ്പെട്ട് ജോലിക്ക് പോകാൻ നോക്കുന്ന ആ പാവം യുവാവിനെ ഞാൻ വീണ്ടും ഹണി ട്രാപ്പ് ചെയ്യാൻ നോക്കുവാണോ? ആണോ? അല്ല, ഞാൻ അത് കഴിഞ്ഞിട്ട് ബസ്സിൽ കയറിയിട്ടില്ല. ഞാനൊരു ബസ് ട്രോമയാണ് എനിക്ക് വയ്യ. 2 വട്ടം കണ്ടില്ലേ, ഇവര് വളരെ വൃത്തിയോട് പറയുന്നുണ്ട്. അവനെ ആ ബസ് കയറി പോകുന്നവനെ ഞാൻ ഹണി ട്രാപ്പ് ചെയ്യാൻ പോകുന്നല്ല. പകരം ഇതിന്റെ താഴത്ത് തന്നെ പല ആൾക്കാരും കമന്റ് അടിച്ചിട്ടുണ്ട്. ഇവന്റെ ഒരു സ്വഭാവ രീതിയെ പറ്റി കൃത്യമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഇവരെ ബസ് കയറിയിട്ട് ചുറ്റൊക്കെ നോക്കി ഇവന് പറ്റിയ ഇരയുണ്ടോ എന്നാണ് നോക്കുന്നതെന്നാണ് കേൾക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പെൺകുട്ടി എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ, മറ്റെല്ലായിടത്തും സീറ്റ്, ആണുങ്ങളൊരു സീറ്റില്ല, അതുകൊണ്ട് പിന്നെ പെൺകുട്ടികൾ അവിടെ മാത്രം ഇരിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ടോ എവിടെയെങ്കിലും ഒന്ന് ഇവൻ ബസ് കയറിയിട്ട് ഇങ്ങനെ പരിശോധിക്കുന്നു. അത് KSRTC ആണ് ഇവന്റെ മെയിൻ ഉന്നം. അങ്ങനെ ബസ് കയറി പരിശോധിക്കുന്ന ഭാഗമായിട്ട് ഏതെങ്കിലും പെൺകുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പോയിരിക്കുന്നു. ഇത് ഈ ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചവൻ കൃത്യമായിട്ടും പറയുന്നുണ്ട്, അവനെ ഞാൻ കുറച്ചു നേരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഒരു ബസ്സിൽ കയറി, അവനും കയറി, ഞാനും കയറി. ആദ്യം കയറിയപ്പോൾ അതൊരു റിസർവേഷൻ ബസ്സായിരുന്നു, അറിയില്ലായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇവൻ ഇതേപോലെ കുറേ KSRTC കയറി. ആ KSRTC കയറിയിട്ട് സീറ്റ് നോക്കുകയാണ്. ആണുങ്ങൾക്ക് ഇരിക്കാൻ ഇഷ്ടം പോലെ സീറ്റ് ഉണ്ടായിട്ടും ഒരു പെണ്ണ് കയറുന്ന വരെ അവൻ പുറത്ത് കാത്തു നിൽക്കുന്നു. ഒരു പെൺകുട്ടി കയറിയ സമയത്ത് അതിനൊപ്പം പോയിരിക്കുന്നു. ഒപ്പം പോയിരുന്നിട്ട് പിന്നെ നടക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് നമുക്കറിയാം. മിക്കവാറും അവരെ ഉപദ്രവിക്കലായിരിക്കും. ആ ഒരു ഉപദ്രവിക്കൽ ഒരു പക്ഷേ ഇങ്ങനെ ഇതേപോലെ തന്നെ പ്രതികരിക്കാത്ത പെൺകുട്ടികളുണ്ടെങ്കിൽ അതൊരു ആയുധമായിട്ട് മനസ്സിലാക്കുകയും അവൻ നിരന്തരം അവർ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക. ഈ സ്ത്രീകൾ ഒരു ട്രോമയിലേക്ക് തള്ളി മാറ്റുന്ന ഒരു രതി വൈകൃതമുള്ള ഒരു നാറി. ആ നാറി ഇപ്പൊ അങ്ങനെ പരന്നിറങ്ങി നടക്കുകയാണ്. കേട്ടോളൂ. ഇതേ കാര്യത്തിന് 2 പെമ്പിള്ളേര് പറഞ്ഞ് ഇത്രയും വൈറലായൊരു സീൻ ഉണ്ടാക്കി. സവാദ് എന്നുള്ള പേര് എന്തിനാണ് ഇപ്പൊ ആമ്പിള്ളേര് ഉപയോഗിക്കുന്നതെന്ന് എൻ്റെ അടുത്ത് പല പേര് പറഞ്ഞിട്ടുണ്ട്. അവനില്ലേ ട്രോമ? അവനിതൊന്നും ബാധകമല്ലേ? ഇത്രയും അന്തസ്സായിട്ട് വീണ്ടും ബസ്സുകൾ കയറി ഇങ്ങനെ നടക്കുക. എന്തായാലും തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് കാണുന്നതെന്ന് എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് പറയുന്നുണ്ട്. അപ്പൊ തൃശ്ശൂർ ബസ് കയറാൻ പോകുന്ന കുട്ടികളും അമ്മമാരും ഒക്കെ സൂക്ഷിക്കുക, മാസ്കും വെച്ച് നടക്കുക. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. ഈ പെൺകുട്ടി പറഞ്ഞതിൽ ഒരു തരത്തിൽ നമുക്ക് എതിർപ്പ് പറയാൻ കഴിയില്ല. തൃശ്ശൂരുള്ള ആളുകൾ ഇവനെ സൂക്ഷിക്കണം. മാസ്ക് വെച്ചിട്ടാണ് നടക്കുക. മാസ്ക് വെച്ചാൽ ഇവന്റെ ആ ഓഞ്ഞ മോന്ത കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. താടിക്ക് വെച്ചിട്ടുള്ള ഒരുത്തനാണ്.
മാസ്ക് വെച്ചാലാണ് കൃത്യമായിട്ട് മനസ്സിലാവുക. ഒരുമാതിരി പരിഭ്രമമുള്ള ഒരു കണ്ണൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരിക്കുക. ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ കണ്ട പാട് പൊട്ടിക്കുക, ബാക്കി കഴിഞ്ഞ ശേഷം. നമ്മൾ ഈ തരിപ്പ് തീർത്തില്ലെങ്കിൽ ഇവനെപ്പോലുള്ള ആളുകളൊക്കെ, ഈ ദണ്ടൊക്കെ ഉപയോഗിക്കുന്ന ഇത്തരം ആളുകളൊക്കെ ആദ്യം തന്നെ തരിപ്പ് തീർത്തില്ലെങ്കിൽ നമുക്ക് പിന്നെ സമാധാനം ഉണ്ടാവും കിടന്നു തുടങ്ങാൻ. അതുകൊണ്ടാണ്. എന്തായാലും ബാക്കി കേട്ടോ. കണ്ടാൽ അവനെ തിരിച്ചറിയണം, സേഫ് ആയിരിക്കുക. ഇത് വീണ്ടും വീഡിയോ എടുത്തവർ താങ്ക് യു സോ മച്ച്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ബസ്സിലിരുന്ന് ഇറങ്ങി ഇവര് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഇറങ്ങി അടുത്ത ബസ്സിലേക്ക് കയറുന്നത് കണ്ടപ്പോഴൊക്കെയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അവര് പിന്നാലെ അപ്പുറത്തെ ബസ്സിലും കയറി ബഹളം വെക്കുക ചെയ്തത്. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോ എന്താ കഥ അല്ലേ? നീ ഏതൊരു സർവീസ് നേരത്തെ ഒരു ബസ്സിനകത്തൊരു വെണ്ടെടുത്തിരുന്നതാണ് നീ ഇറക്കി പോയത്. ആൾക്കാർ സൂക്ഷിച്ചോണം, അവനെ നോക്കിക്കോണം. തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലേക്ക് വേണ്ടി നിൽക്കുക. പൊന്നി പോണം ഇനി ബസ് സ്റ്റാൻഡിൽ കണ്ട. അടിപൊളിയല്ലേ? കൃത്യമായിട്ട് അവൻ, ആ ഒരു ചെറുപ്പക്കാരൻ ആരാന്നറിയില്ല, കൃത്യമായിട്ട് അവനെ പിന്നാലെ പോയി അവൻ പെൺകുട്ടികളുടെ ഇടയിൽ പോയിരിക്കാനുള്ള ഏർപ്പാട് ഉണ്ടെന്ന് മനസ്സിലാക്കി പരസ്യമായിട്ട് അപമാനിക്കാം. ഇങ്ങനെ പരസ്യമായിട്ട് അപമാനിക്കണ്ട എന്നും മറ്റു പലതും പറയുന്നുണ്ട്. എന്തായാലും കേട്ടോ. നീ ഏതൊരു സർവീസ് നേരത്തെ ഒരു ബസ്സിനകത്തൊരു വെണ്ടെടുത്തിരുന്നതാണ് നീ ഇറക്കി പോയത്. ആൾക്കാർ സൂക്ഷിച്ചോണം, അവനെ നോക്കിക്കോണം. തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലേക്ക് വേണ്ടി നിൽക്കുക. പൊന്നി പോണം ഇനി ബസ് സ്റ്റാൻഡിൽ കണ്ട. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് പല ആൾക്കാരും പല വിധത്തിലുള്ള കമന്റുകളൊക്കെ അടിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ഇവനെങ്ങനെ പിന്നാലെ പോയിട്ട് ഇവനെങ്ങനെ ഉപദ്രവിക്കണോ, ഇതൊക്കെ ശരിയാണെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് ഈ ബസ് ഒന്ന് സൂക്ഷിച്ചു നോക്കുക കേട്ടോ. ബസ് സൂക്ഷിച്ചു നോക്കണേ. അത്യാവശ്യം നീളമുള്ള ബസ്സാണ്. ഈ ബസ്സിൽ നിന്ന് ഇവൻ എവിടെയാണ് കയറുന്നതെന്നൊക്കെ നോക്കണം. ഈ കയറുന്ന ഭാഗം ഏതെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഫ്രണ്ട് ഡോറിലൂടെ കയറുന്നത്. മുമ്പിലും ഡോറുണ്ട്, പുറകിലും ഡോറുണ്ട്. ഈ പുറകിലത്തെ ഡോറിൽ കയറി കഴിഞ്ഞാൽ മിക്കവാറും ആണുങ്ങളായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക അല്ലേ? അപ്പം ആണുങ്ങളാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും സീറ്റ് ഉണ്ടെങ്കിൽ ഇവൻ അവിടെ പോയിരിക്കേണ്ടി വരും. അപ്പോൾ ഇവൻ മിക്കവാറും പുറകിലൂടെ കയറില്ല, ഇവൻ ഫ്രണ്ടിലൂടെ കയറും. ഫ്രണ്ടിലൂടെ കയറി കഴിഞ്ഞാൽ ഏതെങ്കിലും പെൺകുട്ടികൾ അവിടെ ഇരിക്കുന്ന അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇവൻ അവിടെ കയറിയിരിക്കും. നോ പ്രശ്നം. അത് അനുവാദം ചോദിച്ചിട്ടല്ലേ, അങ്ങനത്തെ വിഷയങ്ങളിലെ ഇവൻ അവിടെ പോയിരിക്കും. സ്വാഭാവികമായിട്ട് ഏതൊരു ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നു അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് അവൻ അവിടെ ഇരുത്തുന്ന പെൺകുട്ടികളെ സൂക്ഷിച്ച് വെക്കും. ഇവൻ ദണ്ടുമായിട്ട് ഇവൻ്റെ അരയിൽ തൂക്കിയിട്ടിരുന്ന ആ ഒരു ഗംഭീര ദണ്ട്, ഞാൻ അറിയില്ലട്ടെ ഗംഭീരാണോ ഒന്നും വലിയ വിടുതൊന്നുമില്ല. ഇപ്പം ഇത് പറഞ്ഞിട്ടപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ അത് പോയി കണ്ടത്. അജയ് വേറെ പണിയില്ലേ. എന്തായാലും ഒരു ദണ്ടുമായിട്ട് അവൻ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടാൽ സൂക്ഷിച്ചോ. ബൈ.